യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള പ്രത്യാശ നൽകുന്ന ഓരോ വചനങ്ങളുമാണ് നാം കേൾക്കുന്നതും ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നതും. ഏറെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം, സന്തോഷത്തോടെ ആയിരിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളിലും നിങ്ങളുടെ ഭവനത്തിലും തലമുറകളിലെല്ലാം വന്നു നിറയാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യമാണ് ഇന്ന് വചനം കേൾക്കുമ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്നും സമർപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തെ മനസ്സിലൊന്ന് ഓർക്കുമോ? ഒരു നിമിഷമെങ്കിലും മൗനമായിരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ, കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ ഈ ഒരു ആവശ്യത്തെ ഞാൻ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ സമർപ്പിക്കുവാണ്. എൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തെ, എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഈ ഒരു വിഷയത്തെ, എൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രതിസന്ധിയെ ഞാനിപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ച് വചനം കേൾക്കുന്നതിന് മുമ്പ് ആ കാര്യത്തെ മനസ്സിലൊരു നിയോഗമായി സമർപ്പിച്ച് ഇപ്പോൾ അങ്ങയുടെ വചനത്തോട്, കേൾക്കാൻ പോകുന്ന വചനത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. ആ പ്രാർത്ഥന മനസ്സിലുള്ളപ്പോൾ തന്നെ നിങ്ങളോട് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലർക്കും പ്രാർത്ഥനയില്ലാതെ ജീവിക്കാനും ഓരോ ദിവസവും കഴിഞ്ഞു പോകാനുമാണ് ഇഷ്ടം. പ്രാർത്ഥനയില്ലാതെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം, സന്തോഷമൊക്കെ. പക്ഷേ ഒരാൾ പ്രാർത്ഥനയില്ലാതെ ജീവിക്കുന്ന സമയമാണ് ജീവിതത്തിൽ പേടിക്കേണ്ട സമയം, ടെൻഷനാകേണ്ട സമയം. പ്രാർത്ഥനയില്ലാതിരിക്കട്ടെ. പ്രാർത്ഥനയിൽ വചനം കേൾക്കുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്, അത് നിർത്തരുത്. പ്രാർത്ഥിക്കുന്നത്, വചനം കേൾക്കുന്നത് നിർത്തരുത്, മടി കാണിക്കരുത്. കാരണം ദൈവം നിനക്ക് വച്ചിട്ടുള്ള അനുഗ്രഹം തൊട്ടടുത്തുണ്ട്. ദൈവം നിങ്ങൾക്കായി വച്ചിട്ടുള്ള അനുഗ്രഹം തൊട്ടടുത്തുണ്ട്. പ്രാർത്ഥിക്കുന്നത്, വചനം കേൾക്കുന്നത്, ധ്യാനിക്കുന്നത് നിർത്തരുത്. അതെല്ലാം ഓരോ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളായി ദൈവം അത് മാറ്റും. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിലേക്ക് നമ്മൾ കുറെ കൂടി അടുത്തു വരികയാണ് ചെയ്യുന്നത്. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തോട് കുറച്ചുകൂടെ, ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് കുറച്ചുകൂടെ അടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിന്ന് ഒത്തിരി പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനത്തെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം, പ്രഭാഷകൻ 24-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. എന്നെ അഭിലഷിക്കുന്നവൻ, അഭിലഷിക്കുക, ആഗ്രഹിക്കുക, ഇഷ്ടപ്പെടുക. എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് തൃപ്തിയാവോളം എൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. തൃപ്തിയാവോളം എൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. 20-ാമത്തെ വാക്യം, എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും, എന്നെ സ്വന്തമാക്കുന്നത് തേൻ കട്ടയേക്കാളും മാധുര്യം പകരും. എന്നെ സ്മരിക്കുന്നത്, ദൈവത്തെ ഓർക്കുന്നത്, ദൈവവചനം ധ്യാനിക്കുന്നത് തേനിനേക്കാളും, അത് സ്വന്തമാക്കുന്നത് തേൻ കട്ടയേക്കാളും മാധുര്യം നൽകും, സന്തോഷം നൽകും, സമാധാനം നൽകും. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ് എന്ന പ്രാർത്ഥനയിൽ എത്രയോ പേരാണ് കൊതിയുള്ള
സന്തോഷമുള്ളൊരു മനസ്സോടെ, ആഗ്രഹത്തോടെ ഈ വചനങ്ങൾ കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതൊരുപാട് പേർക്ക് തേൻ പോലെ മധുരിക്കുന്ന എത്രയെത്ര അനുഭവങ്ങളെയാണ് സ്വർഗത്തിലെ ദൈവം അവർക്കായി അനുവദിച്ചു കൊടുത്തത്. ജീവിതത്തിൽ ഒത്തിരി കയ്പുള്ളവരുണ്ട്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കയ്പുള്ളൊരു ഭക്ഷണം കഴിച്ചാൽ നാവിന് ഭയങ്കര കയ്പായിരിക്കും. അയ്യോ ഇതെന്തൊരു കയ്പാന്ന് പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, നീ ആ കുറച്ച് പഞ്ചസാര എടുത്ത് ആ വായിലോട്ടിട്. വേഗം ഒരല്പം പഞ്ചസാര അല്ലെ മധുരമുള്ള ഒന്നിനെ വായിലിടുമ്പോൾ ആ കയ്പ് പതുക്കെ നല്ലപോലെ കുറഞ്ഞ് ക്ലിയറാവും. നമ്മുടെ നാവിൽ പറ്റിയ കയ്പിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറും. ജീവിതത്തിലും ഒത്തിരി കയ്പുള്ള അനുഭവങ്ങളോടെ ജീവിക്കുന്നവരുണ്ട്. പല കാര്യങ്ങളും ഓർക്കുന്നത് കയ്പാണ്. നിങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കയ്പുള്ള അനുഭവങ്ങൾ ഏതാണ്? ഓരോ ദിവസവും കേൾക്കുന്ന, പ്രതീക്ഷ തരുന്ന ദൈവവചനം അത് മധുരമുള്ളതാണ്. ജീവിതത്തിൻ്റെ ഇന്നുവരെയുള്ള ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച സകല കയ്പുകളെയും ചവർപ്പുകളെയും മാറ്റിക്കളയാൻ മാത്രമുള്ള മധുരം ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനത്തിനകത്തുണ്ട്. ആ വചനത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കയ്പുകളെ മാറ്റും, വഴക്കുകളെ മാറ്റും, അസ്വസ്ഥതകളെ മാറ്റും, തെറ്റിദ്ധാരണകളെ മാറ്റും, അസ്വസ്ഥത നിറഞ്ഞ സാഹചര്യങ്ങൾ മാറ്റാൻ കയ്പുള്ള അനുഭവങ്ങളെ മാറ്റാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ള ദൈവവചനത്തിന്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവും ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുക. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും, എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണ്. എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 1-2 കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ഒരു കാരണത്താലും അവരുടെ പഠനം ഉഴപ്പിപ്പോകാൻ ഇടയാകാതിരിക്കട്ടെ, പഠനം നിർത്തിപ്പോരാൻ ഇടയാകാതിരിക്കട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം പറയത്തക്ക വിധം ഒരനുഗ്രഹം ഉണ്ടാകട്ടെ. ചില ആളുകൾ പറയാറുണ്ട്, മനസ്സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, പല കയ്പുള്ള അനുഭവങ്ങളിൽ മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, മനസ്സമാധാനത്തോടെ പിള്ളേർക്കൊന്ന് പഠിക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളിലും ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഒരു ദിവസം കൂലി കിട്ടിയില്ലെങ്കിൽ വീട് പട്ടിണിയാകുന്ന വീടുകളുണ്ട്. ഒരു ദിവസം കൂലി തന്നില്ല, ഒരു ദിവസം ആ ശമ്പളം കിട്ടിയില്ല, അല്ല ജോലിയുടെ ആ ഒരു പ്രതിഫലം കിട്ടിയില്ല, വീട് പട്ടിണിയായി. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, അവർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. എഴുതാനും പഠിക്കാനും ഒരു ടേബിളില്ലാത്ത വീടുകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരു ടേബിളില്ല, ഒരു മേശയില്ല. പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറയുവാണ്, ലക്ഷ്യം നേടാൻ സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും ലക്ഷ്യം നേടാൻ 2 കാര്യമാണ് വേണ്ടേ. 1 ദൈവാനുഗ്രഹം, 2 അധ്വാനിച്ച് നേടാനുള്ളൊരു മനസ്സും. അധ്വാനിച്ച് നേടാനുള്ളൊരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. പഠനം നിർത്തരുത്, പഠനം ഉഴപ്പരുത്. ലക്ഷ്യത്തിലെത്താൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും. പഠിച്ചത് മനസ്സിലാക്കി അറിഞ്ഞ് പരീക്ഷ എഴുതി നല്ലൊരു സ്ഥാനത്തെത്താനിടയാകട്ടെ. പഠിച്ചത് മനസ്സിലാക്കി പഠിച്ചതറിഞ്ഞ് നല്ലൊരു ഭാവി, നല്ലൊരു സമയത്ത്, നല്ലൊരു നിലയിലെത്താനിടയാകട്ടെ. എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ജീവിതത്തിലെ കുടുംബത്തിലൊക്കെയുള്ള പല കയ്പുകളും മാറ്റേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, അധ്വാനത്തിലൂടെ ജീവിതത്തിൽ കുടുംബത്തിലുള്ള പല കയ്പുകളും തൂത്തു തുടച്ചു മാറ്റാൻ നിങ്ങൾക്ക് ദൈവം അതിനുള്ള കൃപ തന്നിട്ടുണ്ട്, വരം തന്നിട്ടുണ്ട്. എന്നെ സ്മരിക്കുന്നത്
എന്നെ സ്വന്തമാക്കുന്നത് തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണ്. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിൽ ഓരോ വ്യക്തികളെയും ഓർത്ത് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സഹായിക്കണമേ, ദൈവമേ അനുഗ്രഹിക്കണമേ, ഓരോ സമയത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങയുടെ കാരുണ്യം അവരുടെ മേൽ ഉണ്ടാകണമേ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഇന്ന് ഈ വ്യാഴാഴ്ച കേൾക്കുമ്പോൾ ഏതെല്ലാം വ്യക്തികളാണ് ഓരോ കാര്യങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിച്ചത്? മഴക്കാലത്തിൻ്റെ സാഹചര്യമുണ്ട്, പകർച്ചപ്പനികൾ, പകർച്ചവ്യാധികൾ എല്ലാമുള്ളൊരു സാഹചര്യം. ദൈവമേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും പ്രത്യേകം സൂക്ഷിക്കണമേ. ഞങ്ങളുടെ അയൽവക്കങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികളെ അങ്ങ് സൂക്ഷിക്കണമേ. ഞങ്ങളുടെ അയൽവാസികളെ സൂക്ഷിക്കണമേ. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ യുവതി യുവാക്കൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ സകലരെയും ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ അനുഗ്രഹമാകട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, രോഗപീഠകളിൽ നിന്ന് സൗഖ്യമുണ്ടാകട്ടെ, സമാധാനമുള്ള അന്തരീക്ഷമുണ്ടാകട്ടെ, സ്വസ്ഥതയുള്ളൊരു മനസ്സുണ്ടാകട്ടെ, മനസ്സമാധാനത്തോടെ ആയിരിക്കാൻ ഇടവരട്ടെ, കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ മാറട്ടെ, ദൈവവചനത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ ഇടവരട്ടെ, ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കാൻ ഇടവരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഡെയിലി ബ്ലെസ്സിങ് എന്ന കുടുംബത്തിൻ അംഗമായി നിൽക്കുന്ന, ശുശ്രൂഷയിൽ ഭാഗഭാഗാക്കുന്ന, ഈ വചനം അയച്ചു കൊടുക്കുന്ന, കേൾക്കുന്ന, എഴുതുന്ന, സ്വീകരിക്കുന്ന സകലരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിക്കുന്നു, ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ. താമസിക്കാൻ നല്ല ഭവനം, സഞ്ചരിക്കാൻ നല്ല വാഹനം, ഭക്ഷിക്കാൻ നല്ല ആഹാരം, നല്ല വിദ്യാഭ്യാസം എല്ലാം സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നൽകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കാം. നാളെ വെള്ളിയാഴ്ചയാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഏഴാശീർവാദത്തോടെയുള്ള ദിവികാരന് പ്രദക്ഷിണമുള്ള ദിവസമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ഒരു കുടുംബത്തെ പോലെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ.